തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടുത്തെ സമഗ്ര വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ്, രാവിലെ മുതൽ ഉള്ള ചില നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ വൈകിട്ട് 4:30 ഈ തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഈ കൊലപാതകം നടന്നിട്ടുള്ള സൽമാ ബീവിയുടെ, അതായത് ഈ അഫാന്റെ പിതൃമാതാവായ സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 10 മിനിറ്റ് നേരം പോലീസ് ഈ വീടിനകത്ത് ചെലവഴിച്ചു. ഈ കൊലപാതക കുറ്റം നേരത്തെ തന്നെ അഫാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച്, അതിൻ്റെ രീതി സംബന്ധിച്ച് ഒരു വിശദീകരിക്കുകയാണ് പ്രതി ഈ വീട്ടിനകത്ത് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ പ്രതിയുടെ സ്വന്തം വീടായ പേരുമലയിലെ കുടുംബ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2 കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് അഫാന്റെ സ്ത്രീ സുഹൃത്ത് ഫർസാന, അതുപോലെ തന്നെ അനിയൻ അഹ്സാൻ അടക്കമുള്ള 2 കൊലപാതകങ്ങൾ, അതോടൊപ്പം മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമവും നടന്നു. ഈ 3 സംഭവങ്ങൾ നടന്നിട്ടുള്ള പ്രതിയുടെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂറോളമായി ഇതിനകത്ത് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ തിരിച്ച് പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. DYSP മഞ്ജുലാൽ അടക്കമുള്ള ആളുകളുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. പാങ്ങോട് IP അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ DYSP മഞ്ജുലാൽ അടക്കമുള്ള ആളുകൾ ഈ തെളിവെടുപ്പിന് നേതൃത്വം നൽകുകയാണ്. ഇന്നിപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതിയെയും കൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ, അതായത് ഈ കൊലപാതകങ്ങൾ, ഈ 2 കൊലപാതകങ്ങളും, ഇവിടെ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങളും എങ്ങനെ നടത്തി എന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രതി വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇതിന് ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോവുകയാണ്. നാളെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയായിരുന്നു. നാളെ അത് അവസാനിക്കുകയാണ്. അതിനുശേഷം 2 കൊലപാതകങ്ങൾ, അതായത് 2 കേസുകൾ, ഇത് സംബന്ധിച്ച് 2 കേസുകൾ വെഞ്ഞാറമൂട് പോലീസിൻ്റെ പരിധിയിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നാളെ വെഞ്ഞാറമൂട് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ നൽകുകയാണ്. ജിംഷാദ്, തീർച്ചയായും പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിയുമായി തെളിവെടുപ്പിന് ശേഷം പോകുന്നു. വലിയ ജനസഞ്ചയമാണ് അവിടെ കൂടി നിൽക്കുന്നത് പ്രതി അഫാനെ കാണാൻ, അല്ലെങ്കിൽ തെളിവെടുപ്പ് നിരീക്ഷിക്കാൻ. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ രോഷമോ പ്രതിഷേധമോ എന്തെങ്കിലും ഉണ്ടോ കമലേഷ്? അജിംഷാദില്ല, അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ നല്ല നിലയിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചപ്പോഴും വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ സ്വന്തം വീട്ടിൽ, അതായത് പേരുമലയിലെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് ഭംഗിയായി തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല. നല്ല നിലയിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പോലീസ് പ്രതിയെയും കൊണ്ട് തിരിച്ച് സ്റ്റേഷൻ. തീർച്ചയായും, അതായത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് കൂട്ടുകാരിയെയും അവൻ്റെ കുഞ്ഞനുജനെയും അടിച്ചു കൊന്ന വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്, അല്ലേ? ഇനിയിപ്പോൾ ഇന്നത്തെ തെളിവെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായോ? ഇനി ഈ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊന്ന വീട്ടിലേക്ക് ഇന്ന് തെളിവെടുപ്പിനായി പോകുന്നുണ്ടോ? അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ കമലേഷ്. ഇപ്പോൾ ഇന്ന് മറ്റു തെളിവെടുപ്പുകളൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഈ 2 കേസും, അതായത് ഈ പേരുമലയിലെ കേസും അതുപോലെ തന്നെ പിതൃ സഹോദരനെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസും, 2ഉം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള കേസുകളാണ്. പക്ഷേ ഈ കേസിന്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ച്, അതായത് ഇവിടെ കൂടി എത്തിച്ച് ഒരു തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഒരൊറ്റ കേസും. തീർച്ചയായും അഫാനെ തെളിവെടുപ്പ് 5 കൊലകൾ നടത്തിയ അഫാനെ, കൂട്ടക്കൊല നടത്തിയ അഫാനെ ഇതാ തെളിവെടുപ്പിനായി എത്തിക്കുന്ന അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് സൽമാ ബീവിയെ, മുത്തശ്ശിയെ കൊന്ന വീട്ടിലും പിന്നീട് കൂട്ടുകാരിയെയും അനുജനെയും കൊന്ന വീട്ടിലും അമ്മയെ ക്രൂരമായി അടിച്ചിട്ട വീട്ടിലുമൊക്കെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. ഇനിയുള്ളത് പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊന്ന വീട്ടിലുള്ള തെളിവെടുപ്പ്. പക്ഷേ അത് ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. വലിയ ജനസഞ്ചയമാണ് തെളിവെടുപ്പ് കാണാനായി അവിടെ കൂടി നിൽക്കുന്നതും നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.